ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതിനുശേഷം വീഡിയോ മുഴുവനായി കാണാം. എപ്പോഴും നമ്മുടെ ബ്ലൗസിന് നമ്മൾ ബാക്ക് നെക്ക് റൗണ്ടൊക്കെ ആണല്ലോ ചെയ്യാറ്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വേറിട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഡിസൈൻ ആയിട്ടുള്ള കഴുത്തൊക്കെ ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതേ രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോണത്. ക്യാൻവാസ് വെച്ചിട്ട് നമ്മൾ ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് ചെയ്യണേക്കാൻ മുപ്പാട് നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ സാധാരണ കട്ട് ചെയ്തെടുക്കണ പോലെ കൈക്കുഴിയുടെ ആ ഒരു ഭാഗം ഇറക്കവും മണ്ണും ഒക്കെ മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള തുണിയാണ് കേട്ടോ നമ്മൾ നിർത്തി കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ലൈനിങ് പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റൗണ്ട് നെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ലൈനിങ് പീസിലും നമ്മുടെ മെയിനായിട്ടുള്ള തുണിയിലും നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഇതിനെ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് ലൈനിങ് പീസിൽ ആദ്യം കട്ട് ചെയ്താലും മെയിനായിട്ടുള്ള ആ ഒരു തുണിയിൽ അവസാനമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെയുള്ള ക്യാൻവാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള മോഡൽ വേണമെങ്കിൽ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. ലൈനിങ് തുണി ഇതേപോലെ കറക്റ്റ് നടുമടക്കി വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നിട്ട് സൈഡിലേക്ക് കഴുത്തിൻ്റെ വീതി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴുത്തിൻ്റെ വീതി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ നമുക്ക് താഴോട്ട് കഴുത്തിൻ്റെ ഇറക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 11 ഇഞ്ചാണ് കേട്ടോ കഴുത്തിൻ്റെ ഇറക്ക് മാർക്ക് ചെയ്യുന്നത്. ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് എപ്പോഴും അത്യാവശ്യം നന്നായിട്ട് ഇറങ്ങിയിട്ടും അതുപോലെ തന്നെ കുഴിച്ച് വെട്ടിയാലാണ് കേട്ടോ ബാക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവുക. അപ്പോൾ അതുപോലെ റൗണ്ട് നെക്ക് പോലെ തന്നെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു കഴുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ആലില കഴുത്ത്. അപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടാവും. ഞാനെപ്പോഴും ആലില നെക്ക് എന്നൊക്കെയാണ് കേട്ടോ പറയാറ്. കഴുത്തിൻ്റെ വണ്ണവും ഇറക്കവും നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ സ്ക്വയർ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആലിൽ നെക്ക് കാണാനായിട്ട് അത്യാവശ്യം നല്ല ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് മുകളിലോട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. സൈഡ് വശത്തേക്ക് 1 ഇഞ്ചും പിന്നെ തൊട്ട് താഴെ ഇതേപോലെ തന്നെ 1 ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി വേണം കേട്ടോ നമുക്ക് ഇതേപോലെ ആ ഒരു ആലിലയുടെ ഷേപ്പ് വരച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ കഴുത്ത് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മളൊരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വരച്ച പോലെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇരിക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വ്യത്യാസം കൂടി നമുക്ക് അവിടെ വരുത്താം കേട്ടോ. നമ്മുടെ ഈ ഒരു മേൽഭാഗം ഉണ്ടല്ലോ, ഈ നിൽക്കുന്ന ഒരു ഭാഗത്തേക്ക് കുറച്ചും കൂടി ഉള്ളിലേക്ക് ഒന്ന് കുഴിച്ച് വെട്ടാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ നല്ല ഭംഗിയായിട്ടിരിക്കേ. അപ്പോൾ നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പേപ്പറിൽ നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചത്. ഇതുപോലെയുള്ള കഴുത്തുകൾ കട്ട് ചെയ്യുമ്പോഴേ നമ്മൾ ഉൾവശത്ത് നമ്മൾ കറക്റ്റായിട്ട് ഒരളവ് മാർക്ക് ചെയ്യുമല്ലോ, ആ ഒരു അളവിൽക്കൂടെ തന്നെ കട്ട് ചെയ്യുന്നേക്കാളും ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തില്ലേ സൈഡ് ഭാഗത്തേക്കൊക്കെ 1 ഇഞ്ചോളം നമ്മൾ കൂടുതലായിട്ട് കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കഴുത്തിന് ഒരു നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ലൈനിങ് തുണിയിൽ ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെയുള്ള കഴുത്ത് തയ്ക്കുമ്പോൾ കുറച്ചും കൂടിയും കഴുത്ത് ഇറക്കും വീതിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെടുത്തിട്ടുള്ള അളവിനേക്കാളും കുറച്ചും കൂടിയും കൂടുതലായിട്ട് കൂട്ടിയെടുത്താൽ മതി. ലൈനിങ് തുണിയിൽ നമ്മളപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരളവ് നമുക്ക് ക്യാൻവാസിലേക്ക് കറക്റ്റായിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ ക്യാൻവാസ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടതിൻ്റെ ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗം ഉണ്ടല്ലോ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ചോക്ക് വെച്ചിട്ടോ പേന വെച്ചിട്ടോ അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ക്യാൻവാസ് വെച്ചിട്ട് തയ്ക്കുമ്പോഴേ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗത്ത് നമുക്ക് അവിടെ ഹെമ്മിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിതിനെ തയ്ച്ച് കഴിഞ്ഞിട്ട് ഒന്ന് മറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്യാൻവാസിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും. പിന്നെ അത് പുറത്തേക്ക് കാണേ ഒന്നുമില്ല കേട്ടോ ഇങ്ങനെ തയ്ച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഭാഗത്തും കൂടി ഇതേ ഷേപ്പിൽ നമ്മളൊന്നും കൂടിയും 1 ഇഞ്ച് വീതിയിൽ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് ഭാഗത്തു കൂടെ നമുക്ക് ഇതേ ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സൈഡ് ഭാഗം കട്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഉൾഭാഗം കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ക്യാൻവാസിൽ നമ്മുടെ കഴുത്ത് കട്ട് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ലൈനിങ് തുണി എടുക്കുക. ലൈനിങ് തുണിയിൽ നമ്മൾ മുന്നേ നമ്മൾ ആ ഒരു കഴുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലൈനിങ് തുണിയുടെ കഴുത്ത് കട്ട് ചെയ്ത ഭാഗത്ത് ക്യാൻവാസ് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പിന്നങ്ങനെ കുത്തി കൊടുക്കാം കേട്ടോ, നീങ്ങി പോവാതിരിക്കാൻ. അതിന് ശേഷം കറക്റ്റ് അതിൻ്റെ ഒപ്പം വെച്ച് കഴിഞ്ഞിട്ട് തെറ്റുഭാഗത്തു കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്.
ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ചെടുക്കണതാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്യാൻവാസിനെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് തയ്ച്ചെടുക്കണതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും ക്യാൻവാസ് ഇതുപോലെ വെച്ചിട്ട് തയ്ച്ചെടുക്കാറാണ് ചെയ്യാറ്. ഏത് മോഡലിൽ വേണമെങ്കിലും ക്യാൻവാസിൽ ഇതുപോലെ വെട്ടിയെടുത്തിട്ടുള്ള കഴുത്താണെങ്കിലും നമുക്ക് ഇതുപോലെ സൈഡ് ഭാഗം തയ്ച്ചെടുക്കാം കേട്ടോ. ഈ ഒരു കഴുത്തിൻ്റെ ഇതുപോലെ നമ്മൾ തയ്ച്ച് വന്നിട്ട് സെൻറ്റർ ഭാഗം എത്തുമ്പോൾ കുത്തി നിർത്തിയിട്ട് ബാക്കി ഭാഗം കൂടി തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മുഴുവൻ ഭാഗം ആ ഒരു തുണിയും ക്യാൻവാസും തമ്മിൽ തെറ്റ് ഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മെയിനായിട്ടുള്ള ബ്ലൗസിൻ്റെ തുണി എടുക്കുക. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ. കഴുത്ത് തയ്ക്കൽ കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യാണ്ടൊക്കെയാണ് തയ്ച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വശത്തേക്ക് ഇത്തിരി കയറി ഇറങ്ങിയിട്ടോ ചെരിഞ്ഞൊക്കെ പോവും. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ തയ്ച്ച് വെച്ചിട്ടുള്ള ആ ലൈനിങ് പീസ് ഇതിൽ വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുക്കാൻ പോണത്. മെയിനായിട്ടുള്ള ആ ഒരു തുണിയിൽ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുക, സൈഡിലേക്ക് 3.5 ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ആ ഒരു തുണിയുടെ നല്ല വശം ഇതുപോലെ നിർത്തി വെക്കുക കേട്ടോ. ആ ഒരു നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മളിനി തയ്ച്ചിട്ട് ഉള്ളിലോട്ട് ലൈനിങ്ങിനെ മറിച്ചിടാൻ പോണത്. അപ്പോൾ ഇതേ രീതിക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെ കറക്റ്റ് ആ ഒരു ക്യാൻവാസിനെ എടുത്ത് വെക്കാം. ഇനി നമുക്ക് പിന്നെ കുത്തി കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുത്തി കൊടുക്കാം കേട്ടോ, നീങ്ങാതിരിക്കാനായിട്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇപ്പോൾ നേരത്തെ തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു തെറ്റ് ഭാഗത്തൂടെ തയ്ക്കാതെ ഉൾഭാഗത്തേക്ക് കുറച്ചും കൂടി നീക്കിയിട്ട് വേണേ തയ്ച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു തുണിയും ലൈനിങ്ങും ക്യാൻവാസും എല്ലാം കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. ഇതേപോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ തയ്ച്ചിട്ട് വരാം കേട്ടോ. ഇങ്ങനെ ഇത് മുഴുവനായി തയ്ച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള നമ്മുടെ ആ മെയിനായിട്ടുള്ള തുണീനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ ഒരു ക്യാൻവാസിലും ആ ഒരു തുണിയിലും ചെറുതായിട്ടൊന്ന് വെട്ടിട്ട് കൊടുക്കും വേണം കേട്ടോ, നമുക്ക് മറിച്ചിടാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ആ ഒരു തുണിയുടെ ഭാഗം അവിടെ നിർത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം വേണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ക്യാൻവാസിൻ്റെ ഒപ്പം വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിത് ഇതേപോലെ നമ്മൾ ആദ്യം തയ്ച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഭാഗത്തു കൂടെ ചെറുതായിട്ടൊന്ന് വെട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ തയ്ച്ച ഭാഗത്തേക്ക് നമ്മുടെ ആ ഒരു കത്രിക തട്ടാനേ പാടില്ലേ, അതിന് മുന്നേ നമ്മൾ തയ്ച്ച ഭാഗത്താണ് കേട്ടോ നമ്മളിപ്പോൾ വെട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെട്ടിട്ട് കൊടുത്താലാണേ നമുക്കത് മറച്ചിടുമ്പോൾ കറക്റ്റായിട്ട് തിരിഞ്ഞ് കിടക്കുകയുള്ളൂ. ഉൾഭാഗത്ത് നമ്മൾ മുഴുവൻ ഭാഗവും നമ്മൾ വെട്ടിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതേപോലെ നിർത്തി വയ്ക്കുക. അതിന് ശേഷം നമ്മുടെ മെയിനായിട്ടുള്ള നല്ല തുണിയുടെ സൈഡിലേക്കല്ല കേട്ടോ, ലൈനിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ക്യാൻവാസിൻ്റെ ആ നിൽക്കണ ആ ഭാഗം കൂടി കറക്റ്റായിട്ട് ഇതേപോലെ പിടിച്ചിട്ട് ആ ഒരു ഭാഗത്തു കൂടെ ഒന്ന് പതിച്ച് തയ്ക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് നല്ല വൃത്തിക്ക് ആ ഒരു കഴുത്ത് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും അതേപോലെ ഒന്ന് പതിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് ഭാഗം ഇതേപോലെയാണ് കേട്ടോ ഇരിക്കുക. ലൈനിങ് തുണീനെ ഇനി നമുക്കത് ഉള്ളിലോട്ട് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു കഴുത്ത് കണ്ടില്ലേ എന്തൊരു ഭംഗിയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതേ രീതിക്ക് നമ്മൾ തയ്ച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ബാക്ക് ഭാഗം നമുക്ക് ഹെമ്മിങ് ചെയ്യുന്നും വേണ്ട കേട്ടോ. ബ്ലൗസിൻ്റെ കഴുത്ത് അത്യാവശ്യം ബാക്കൊക്കെ നല്ല ഇറക്ക് വരും. അപ്പോൾ നമുക്ക് ഹെമ്മിങ് ചെയ്യാനായിട്ട് നമ്മുടെ അത്യാവശ്യം ടൈമൊക്കെ പോകാറുണ്ടല്ലോ. അപ്പോൾ ഇതേ രീതിക്ക് തയ്ച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു പണി നമുക്ക് കുറച്ച് ലാഭമാണ് കേട്ടോ ചെയ്തെടുക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് ഇങ്ങനെയുള്ള കഴുത്തുകളിൽ വല്ല വർക്കോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ ചെറുതായിട്ട്. പിന്നെ ഇങ്ങനെ കഴുത്ത് തയ്ക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് വള്ളിയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ബാക്കിൽ. ബ്ലൗസ് തയ്ച്ച് കഴിയുമ്പോഴേ കഴുത്ത് അത്യാവശ്യം ഇറക്കിലാണല്ലോ നമ്മൾ തയ്ക്കുക. അപ്പം അതിങ്ങനെ നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത് നല്ലതാണ്. ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് ഇതുപോലെ ക്യാൻവാസൊക്കെ വെച്ചിട്ട് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തവണ ഇതേപോലെ ഒന്ന് തയ്ച്ച് നോക്കാം കേട്ടോ. നല്ല എളുപ്പമായിട്ട് എല്ലാവർക്കും തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ റൗണ്ട് നെക്ക് പോലെ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള കഴുത്ത് തന്നെയാണ് കേട്ടോ ഇതും.
ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രത്തോളം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാം.